മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ അനവധി സന്ദേശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ പ്രവൃത്തി, ധർമ്മം, അവനവൻ ഏറ്റെടുത്ത ദൗത്യം അല്ലെങ്കിൽ ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തളരുകയോ തകരുകയോ ചെയ്യുന്ന വേളയിലാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുന്നത്. ശ്രീരാമൻ യുവരാജ പദവിയിലേക്ക് അഭിഷിക്തനാകാൻ പോകുന്നതിനു മുമ്പ് ഈ ലോകത്തിലെ കുറേ ദുഃഖങ്ങളും വേദനകളുമെല്ലാം കണ്ട് തനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാനസികമായിട്ട് വിരക്തി വന്ന സമയത്താണ് ദശരഥ മഹാരാജാവിൻ്റെ ഉപദേശപ്രകാരം വസിഷ്ഠൻ ശ്രീരാമനെ ഉപദേശിക്കുന്നത്. അത് യോഗവാസിഷ്ഠമാണ്. യോഗവാസിഷ്ഠം എന്ന 37,000 ശ്ലോകങ്ങളുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ടായത് ഒരു വ്യക്തി തളർന്നപ്പോൾ അയാളെ മാനസിക തകർച്ചയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി അറിവുള്ള മറ്റൊരു വ്യക്തി കൊടുത്ത ഉപദേശമാണ്. തൻ്റെ ജീവിതം 7 ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന് പാണ്ഡവരുടെ കുലത്തിൽ ജനിച്ച അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം തളർന്നത്. അദ്ദേഹത്തിനെ ഉപദേശിച്ചതാണ് മഹാപുരാണങ്ങളിൽ ഒന്നായിട്ടുള്ള ഭാഗവതം. അതേപോലെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ ഓരോരുത്തർ തളരുമ്പോൾ താൻ ചെയ്യുന്ന തിന്മകളെക്കുറിച്ച് ഓർത്ത് ധൃതരാഷ്ട്രര് തളർന്നപ്പോഴാണ് വിതുരൻ വന്നിട്ട് വിതുരോപദേശം തരുന്നത്. താൻ ചെയ്യാത്ത തെറ്റിന് അമ്മ കൈകേയിയുടെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും നിർദ്ദേശിച്ചതിൻ്റെ പാപഭാരം താൻ കാരണമെന്ന് ലോകം തെറ്റിദ്ധരിക്കുമോ എന്ന് വേദനയോടുകൂടി ഭരതൻ രാമനോട് പറഞ്ഞപ്പോഴാണ് ഭരതന്റെ വേദന വിഷമമകറ്റാൻ രാമൻ ഭരതോപദേശം കൊടുത്തത്. രാമനെ കാട്ടിലേക്ക് അയക്കുന്നു എന്ന സഹിക്കവയ്യാത്ത ദുഃഖം നിറയുന്ന നിർദ്ദേശം വന്നപ്പോൾ സ്ഥലകാല ബോധം മറന്ന് ലക്ഷ്മണൻ പ്രതികരിച്ചപ്പോഴാണ് രാമൻ ലക്ഷ്മണോപദേശം കൊടുക്കുന്നത്. രാമനുമായിട്ട് യുദ്ധത്തിന് പോകുന്ന വേളയിൽ പുറത്ത് ശൗര്യവും വീര്യവും ഉണ്ടെങ്കിലും അകത്തൽപ്പം ഭയം ഉണ്ടായിരുന്ന വേളയിലാണ് ശരിക്കും രാവണൻ എന്ന മഹാപ്രതിഭയെ ഭാര്യയായ മണ്ഡോദരി ഉപദേശിക്കുന്നത്. ഈ ഉപദേശങ്ങളെല്ലാം മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും കൊണ്ടുപോകാനാണ്. അങ്ങനെയുള്ളൊരു നല്ല ഉപദേശമാണ് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേണ സാഖ്യാനാം കർമ്മയോഗേണ യോഗിന. നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, വിലയിരുത്താറുണ്ട്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. ചിലപ്പോൾ ചിലരെ വാദിക്കാനും ജയിക്കാനും വേണ്ടി മാത്രം കുറേ കാര്യങ്ങൾ പറയും. എന്തിനു വേണ്ടിയാണ് ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഒരു ഗ്രൂപ്പ്, ഒരു വ്യക്തി എന്തെങ്കിലും പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതിൻ്റെ പരിണത ഫലം എന്ത്, അതിൻ്റെ റിസൾട്ടും റിവാർഡും എന്ത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ
അർജുനനോട് ഉപദേശിക്കുന്നത് 2 തരത്തിലുള്ള ദൗത്യമാണ് ഒരാൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. അസ്മിൻ ലോകേ നിഷ്ഠാദ്വിവിധ, 2 തരത്തിലുള്ള നിഷ്ഠ ദൗത്യം ഏറ്റെടുക്കാം. ജ്ഞാനയോഗേണ സാഖ്യാനാം, അറിവ് നേടി അറിവ് കൊടുക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കാം. മറ്റൊന്ന് കർമ്മയോഗേണ യോഗിന, അറിവ് കാര്യമായിട്ട് നേടാനും പറ്റില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാനും സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റെടുക്കാവുന്ന ദൗത്യം നിരന്തരം കർമ്മം ചെയ്യുക. ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കുറേ പേരെ കൂട്ടത്തിൽ നിർത്താം. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിൽ വലിയ ദൗത്യമൊന്നും അർത്ഥമൊന്നും ഇല്ലെന്ന് ഇന്നലെ ഒരാൾ എഴുതുകയുണ്ടായി. മലത്തിൽ ഈച്ച വരുന്നതിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് വലിയ ദൗത്യമാണെന്ന് ഈച്ചകൾ വിചാരിക്കുന്നുണ്ടോ എന്നൊരാൾ ചോദിക്കുകയുണ്ടായി. ശവം തിന്നാൻ കഴുകന്മാർ വരുന്നതും എച്ചില് തിന്നാൻ കാക്ക വരുന്നതും മലത്തില് ഈച്ച വരുന്നതും ആൾക്കൂട്ടം കൂടുന്നതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് അയാൾ ആ വരി പറഞ്ഞത്. അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, യഥാർത്ഥത്തില് വരുന്ന ആൾക്കൂട്ടം കൊണ്ട് എന്ത് നേടി എന്നുള്ളത് കൂടി ചിന്തിക്കുക. അമൃതാനന്ദമയി ഇത്രയും വലിയ ദൗത്യം ലോകം മുഴുവനും ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ണ് തുറന്നു നോക്കിയാൽ അറിയാൻ സാധിക്കും. സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരും അകമഴിഞ്ഞ് സാമ്പത്തികമായിട്ട് സഹായിച്ചതിൻ്റെ ദൗത്യം എത്രയോ സ്കൂളുകളും കോളേജുകളും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഫാർമസി കോളേജുകളും അനാഥാലയങ്ങളും അഹമ്മദാബാദില് ഭൂകമ്പം എർത്തുക്വേക്ക് ഉണ്ടായപ്പോൾ 20,000-ഓളം വീടുകളും ശ്രീലങ്കയിൽ 2,000-ഓളം വീടുകളും എല്ലാ കർമ്മങ്ങളും സുനാമി അടിച്ചപ്പോൾ ജപ്പാനിലെ വിദ്യാർത്ഥികൾക്ക് സഹായം കൊടുത്തതും ഉൾപ്പെടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും പ്രവർത്തിക്കാനും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സായിബാബ ഒരു യൂണിവേഴ്സിറ്റി ഒറ്റ പൈസ മേടിക്കാതെ വിദ്യാർത്ഥികളിൽ നിന്ന് മേടിക്കാതെ നടത്തുന്നതും 10,000-ഓളം ജനങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതും കൃഷ്ണ ഗോദാവരി നദിയിൽ നിന്ന് തമിഴ്നാട്ടിലെ മദ്രാസിലേക്ക് 125 കോടി രൂപ ഇവിടേക്ക് സായി ഗംഗ എന്ന ഒരു നദി തന്നെ വെട്ടിപ്പൊളിച്ച ജനങ്ങളുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയതാണ്. അപ്പൊ തന്റെ കൂട്ടത്തിലെ അനുയായികളായിട്ട് പ്രവർത്തിക്കാൻ വരുന്ന വ്യക്തികളെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കമ്പാരിസണാണ് ഇന്നലെ ഒരാള് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത്. മലത്തിൽ ഈച്ച വരുന്നതും ബാക്കിയുള്ളത് ശവത്തില് ഈ കഴുകന്മാര് വരുന്നതും എച്ചില് തിന്നാൻ കാക്ക വരുന്നതും മനുഷ്യര് നന്മ ചെയ്യാൻ കൂട്ടം കൂടുന്നതിനോട് ഉപമിച്ച വ്യക്തിയുടെ മാനസികവും ചിന്താപരവുമായിട്ടുള്ള അവസ്ഥ അയാളുടെ വാക്കിലും വീക്ഷണത്തിലും ഉണ്ട്. യുക്തിവാദിയാണ് എന്നുള്ളത് കൊണ്ട് യുക്തിപരമായിട്ട് ചിന്തിക്കണമെന്നില്ല. അയാൾ ആരാധിക്കുന്ന ആദരിക്കുന്ന ഗുരു കൊടുത്ത ധാരണയും കൂടി അതിനകത്തുണ്ടാവും. പക്ഷെ ഗീതയിലെ കൃഷ്ണൻ പറയുന്നു, അറിവ് നേടി അറിവ് കൊടുക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോവാം. അല്ലാത്തവര് കർമ്മനിരതരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ആ 2 ദൗത്യത്തിൽ ഏതെങ്കിലും നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് കഴിഞ്ഞ തലമുറ നമുക്ക് തന്ന ധന്യമായ അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതും സമൂഹത്തിലെ ജനതയുടെ മനസ്സിനും ആരോഗ്യത്തിനും ശരീരത്തിനും അവരുടെ കുടുംബ ബന്ധത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതും നന്മ ചെയ്യുന്നവരെ വിമർശിച്ചുകൊണ്ടും നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും വികലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും അറിവ് കൊടുക്കുന്നവരെയും കർമ്മനിരതരാകുന്ന 2 വിഭാഗത്തിൽപ്പെടുന്നവരെയും എതിർക്കാൻ ശ്രമിക്കുമ്പോഴും ഓർമ്മിക്കാനുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആദ്യം ഒരു കർമ്മവുമായി മുമ്പോട്ട് പോകുന്നവരെ സമൂഹത്തിലെ ചിലര് പുച്ഛിക്കും,
പിന്നെ വെല്ലുവിളിക്കും, പിന്നെ സറണ്ടർ ചെയ്യും. ഫസ്റ്റ് ദേ വിൽ ഇഗ്നോർ ആൻഡ് ബിലിറ്റിൽ ആൻഡ് മേക്ക് ഫൺ ഓഫ്. സെക്കൻഡ് ദേ വിൽ ചലഞ്ച് യു. ആൻഡ് തേർഡ് അൺകണ്ടീഷണലി സറണ്ടറിങ് ആൻഡ് ആക്സെപ്റ്റിംഗ്. എന്നും നന്മ ചെയ്യുന്നവരുടെ കൂടെ 10,000 ഉണ്ടാവും, ഉറപ്പാണ്. തിന്മ ചെയ്യുന്നവരുടെ കൂടെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയ ശൗര്യം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, നഹി കല്യാണ കശ്ചിത് ദുർഗതിം താതകച്ചതി. നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് വലുതായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതും ഭഗവത്ഗീതയിലെ വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെറുതും വലുതുമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാം. അറിവുണ്ടെങ്കിൽ ആ അറിവ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന വ്യക്തികളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. ഈ ലോകം അങ്ങനെയുള്ള 2 വിഭാഗത്തിന് ഉള്ളതാണ്. നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾക്ക് കുറച്ചു കാലം അതൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥയുണ്ടാവും. കുറെ കഴിയുമ്പോൾ നിഷേധാത്മകമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സും ശരീരവും തന്നെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദേശം 2 തരത്തിലുള്ള ദൗത്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് ഇന്നും മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനുമൊക്കെ ഏറ്റവും വിശ്രമകരമായിട്ടുള്ള അനുഭൂതിയുടെ സന്തോഷമായിരിക്കും, സന്തോഷത്തിന്റെ അനുഭൂതിയായിരിക്കും നമുക്ക് തരിക എന്ന് ഗീതയിലെ വരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.